ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിലെ PMLA കോടതി പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വിധേയമായാണ് ഈ കേസിൽ പ്രവർത്തിക്കുന്നതെന്നും മുൻപും ഇത്തരം ഒരുപാട് പ്രചരണങ്ങൾ അവർ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു രാഷ്ട്രീയ പാർട്ടിയെ കേസിൽ പ്രതിയാക്കുക എന്നുള്ളത് ജനാധിപത്യ വ്യവസ്ഥയുടെ തന്നെ നിഷേധമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കരുവന്നൂർ കേസിൽ ഇപ്പോൾ നടക്കുന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യങ്ങളാണ്. ഇതിനെതിരെ കോടതിയിൽ പോകേണ്ടി വന്നാൽ പോലും പാർട്ടി നിയമപരമായി തന്നെ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരമൊരു വേട്ടയാടലുകൾക്ക് മുന്നിലും CPM മുട്ടുമടക്കില്ലെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും KV അബ്ദുൽ ഖാദർ വ്യക്തമാക്കി. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസാണിത്. ഈ കേസിനെ നിയമപരമായി തന്നെ ഞങ്ങൾ നേരിടും. ഇതിനകത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസി വളരെ നേരത്തെ തന്നെ അവരുടെ രാഷ്ട്രീയ താൽപ്പര്യത്തിന് വിധേയമായിട്ടുള്ള ഒരുപാട് പ്രചാരണങ്ങൾ നടത്തിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ PMLA കോർട്ട് വിചാരണ നേരിടണം എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് വാർത്ത. ഇതിനെ നിയമപരമായി തന്നെ ഞങ്ങൾ നേരിടും. നമ്മുടെ രാജ്യത്ത് നിരവധി കോടതികളുണ്ട്. നിയമപരമായി ലഭ്യമാകുന്ന എല്ലാ അവകാശങ്ങളും വിനിയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസിനെ നേരിടും. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു കേസിൽ പ്രതിയാക്കുക എന്നുള്ളത് ജനാധിപത്യ വ്യവസ്ഥയുടെ നിഷേധമാണ്. ഒരു സംഭവത്തിൽ പ്രതികളായിട്ടുള്ള ആളുകൾക്കെതിരെ കേസെടുക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു സംഭവത്തിൽ പ്രതിയാക്കുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ED കരുവന്നൂർ കേസിൽ ചെയ്തത് അത്തരമൊരു കാര്യമാണ്. അപ്പം അതിനെ നിയമപരമായി തന്നെ ഞങ്ങൾ നേരിടും. അതിന് ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായ കോടതിയിൽ പോകേണ്ടി വന്നാലും ആ നിയമപരമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരും. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഒരുതരം വേട്ടയാടലുകൾക്ക് മുന്നിലും മുട്ടുമടക്കാൻ CPIM ഇല്ല. ഏത് തരത്തിലുള്ള ത്യാഗം അനുഷ്ഠിക്കേണ്ടി വന്നാലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഈ വേട്ടയാടലുകളെ ഞങ്ങൾ നേരിടും എന്ന കാര്യമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. You are watching VCV News.